കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ സംവിധായകർ പിടിയിലായിരിക്കുകയാണ്. സംവിധായകൻ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. ഇടനിലക്കാരിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയ ഷാലിഖ് മുഹമ്മദും സംവിധായകർക്കൊപ്പം പിടിയിലായിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 3 പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, 2 പ്രമുഖ സംവിധായകരെയാണ് ഇപ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നത്. എപ്പോഴാണ് ഇവരെ പിടികൂടിയത്? എങ്ങനെയാണ് അന്വേഷണ സംഘം ഇവരിലേക്ക് എത്തിയത്? മലയാള സിനിമയിൽ ലഹരി വ്യാപനം ശക്തമാകുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലാണ് 2 പ്രമുഖ സംവിധായകർ എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ കഴിഞ്ഞ രാത്രിയിലാണ് എക്സൈസ് സംഘം കൊച്ചിയിലെ ഗോഷ്ടി പാലത്തിനോട് സമീപത്തുള്ള ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയത്. ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലെ 503 നമ്പർ ഫ്ളാറ്റിൽ നിന്നാണ് അവരെ പിടികൂടിയത്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്ളാറ്റിൽ എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. സമീർ താഹിർ എന്ന് പറയുന്ന പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകൻ്റെയും പേരുള്ള ഫ്ളാറ്റാണത്. അവിടെയാണ് ഇവർ കൂടി കഞ്ചാവ് ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം എത്തിയപ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവും അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളും ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. അവർ ഈ കഞ്ചാവ് വലിച്ചു തുടങ്ങിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അവർ പിടിയിലാകുന്നത്. അതായത് തൊണ്ടിമുതലോട് ഒപ്പം കൈയോടെ അവരെ പിടികൂടുകയാണ് എക്സൈസ് സംഘം ചെയ്തത്. അതിനുശേഷം അറസ്റ്റ് ചെയ്തവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷം വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇവരിൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് മാത്രമാണ് പിടികൂടിയത്. അതായത് അളവിൽ വളരെ ചെറിയ അളവിലുള്ള ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. അതുകൊണ്ടാണ് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. അരുൺ, അതേപോലെ ഈ സംവിധായകരുടെ അടുത്തേക്ക് അന്വേഷണ സംഘം എത്തുന്നത് എങ്ങനെയാണ്? കാരണം സിനിമാ മേഖലയിൽ പ്രമുഖ സംവിധായകരാണ് ഇവർ. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിങ്കാന എന്ന സിനിമയുടെ സംവിധായകനുണ്ട്. അപ്പോൾ ഇവർ 2 പേരിലേക്കും എങ്ങനെയാണ് ഈ അന്വേഷണ സംഘം എത്തുന്നത്? ആലപ്പുഴ ജിംഖാന, തല്ലുമാല ഉൾപ്പെടെയുള്ള മികച്ച ചിത്രങ്ങളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസയ, തമാശ, ഭീമന്റെ വഴി എന്ന സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ്. അങ്ങനെ മികച്ച പ്രതിഭയുള്ള ആളുകളാണ് ഇങ്ങനെ ഈ ലഹരി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംവിധായകർ ഗോഷ്ടി പാലത്തിന് സമീപത്തെ ഗ്രാൻഡ് ബേ ഹോട്ടൽ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം എക്സൈസ് സംഘത്തിന് ലഭിക്കുന്നത്. അതിനെ തുടർന്നാണ് എക്സൈസ് സംഘം ഇവിടെ എത്തി ആ ഫ്ലാറ്റിൽ പരിശോധന നടത്തുന്നത്. ആ പരിശോധന നടത്താൻ എത്തുമ്പോൾ തന്നെ ഇവർ ലഹരി ഉപയോഗിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. അപ്പോൾ അവരെ കൈയോടെ തന്നെ എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. ഈ ഷാലിഫ് മുഹമ്മദ് എന്ന ഒരു 3-ാമനെ കൂടി എക്സൈസ് സംഘം ഇവരോടൊപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളാണ് ഈ ഇടനിലക്കാരനിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയത് എന്നതാണ് എക്സൈസ് സംഘം അറിയിക്കുന്നത്. സമീപത്തുള്ള പെട്രോൾ പമ്പിൻ്റെ അവിടെ വെച്ചാണ് ഇടനിലക്കാരൻ ഇയാൾക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറി എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതൊരു യുവാവാണ്. ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങളും എക്സൈസ് സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് എക്സൈസ് സംഘം. എന്തായാലും സിനിമാ മേഖലയിൽ ലഹരി വ്യാപനം വർദ്ധിക്കുന്നു എന്ന ആരോപണങ്ങൾ ഒരിക്കൽ കൂടി ശരിവെക്കുന്നതാണ് ഈ സംവിധായകർ ലഹരിയുമായി പിടികൂടിയ സംഭവം. അരുൺ, അതേപോലെ തന്നെ ഇവരിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ സംവിധായകരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും അരുണിന് ലഭിച്ചിരുന്നോ? ഇവരെ ആ സമയത്ത് കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു പെരുമാറ്റവും ഇവരുടെ ഈ ഒരു എന്തായാലും പിടികൂടിയിരിക്കുകയാണ്, അതിനോടുള്ള അവരുടെ ഒരു മനോഭാവം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഈ വൈദ്യപരിശോധനയ്ക്കായിട്ട് എക്സൈസ് ഓഫീസിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഖാലിദ് റഹ്മാൻ തലയാട്ടുക മാത്രമാണ് ചെയ്തൊന്നും പറയാനില്ല എന്ന രീതിയിൽ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. എക്സൈസ് ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ അവർക്ക് മാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ചിറങ്ങി വന്നപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നപ്പോൾ മാസ്ക് ഒക്കെ ധരിച്ചായിരുന്നു വന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടു കൂടിയാണ് ഇവർ കാണുന്നത്. ഈ എക്സൈസ് പിടിച്ചതിന് ശേഷവും അവർക്ക് വലിയ കൂസലില്ല. ഇതൊരു കഞ്ചാവല്ല, എന്താ പ്രശ്നം എന്ന തരത്തിലുള്ളൊരു മനോഭാവമാണ് അവർക്കുള്ളത്. അവർ തുടർച്ചയായി തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്നും എക്സൈസ് സംഘം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സമീർ താഹിറിൻ്റെ പേരിലുള്ള ഈ ഫ്ലാറ്റ് സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത്. സിനിമയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇതിൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സ്ഥലം ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിനിമയുടെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ സിനിമയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു ഫ്ലാറ്റാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഫ്ലാറ്റിൽ തുടർച്ചയായി ലഹരി ഉപയോഗം നടക്കുന്നുണ്ട്. അതിനുള്ള കേന്ദ്രമായി മാറിയിട്ടുണ്ട്
എന്നുള്ളതാണ് ഇവിടെ റെയ്ഡ് നടത്തിയതിന് ശേഷം എക്സൈസ് സംഘം പറഞ്ഞത്. അതായത് അതൊരു ലഹരി കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ സിനിമയെ ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ കൊച്ചിയിലുണ്ട്, കൊച്ചി നഗരത്തിലുണ്ട്. അതൊക്കെ സിനിമയുടെ ഇത്തരത്തിലുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനൊക്കെയാണ്. പക്ഷേ അത്തരം കേന്ദ്രങ്ങൾ ലഹരി കേന്ദ്രങ്ങളായി മാറുന്നു. അതിൽ ഒന്നാണിത് എന്ന് പറയാം. പക്ഷേ എല്ലാം അങ്ങനെയല്ല. പക്ഷേ അതിൽ ഒന്നിതാണെന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. എക്സൈസ് സംഘം നമുക്ക് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവരവിടെ എത്തിയപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനുള്ള തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള സൂചനകൾ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്ഥിരമായി ഈ ഗ്രാൻഡ് ബേ ഫ്ലാറ്റിൽ ലഹരി ഉപയോഗം നടന്നിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ പിടിയിലായ സംവിധായകർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കൂസലില്ലായ്മയായിരുന്നു കാണിച്ചത്. കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്താ എന്നുള്ളൊരു തരത്തിലുള്ള ആ തരത്തിലുള്ള മനോഭാവം